എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ. ഈ ട്രാൻസ്പെറൻറ്റ് ബോക്സ് അസംബിൾ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ആണ്. ഇതിന് 3 പീസാണ് വരുന്നത്. ഒന്ന് ബേസാണ്, മെയിൻ ഫുൾ ട്രാൻസ്പെറൻറ്റ് വരുന്ന കവറാണ്, ടോപ്പ് വരുന്ന ഒരു പീസാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ എല്ലാത്തിലും കട്ട് ലൈൻ ഇട്ടിട്ടുണ്ട്. അത് ആ സ്പോട്ടിൽ വെച്ചിട്ട് ഇതിനെ മടക്കുക. അപ്പോൾ ഇതിന് 2 ഭാഗം വരുന്നുണ്ട്. ഒന്ന് നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ളതും പിന്നെ ഒന്ന് കുറച്ച് റഫായിട്ടുള്ളതാണ് വരുന്നത്. അപ്പോൾ മാറ്റ് ഫിനിഷാണ് ഇതിൻ്റെ പുറത്ത് വരേണ്ടത്. ഓക്കെ, ഈ ലൈനൊക്കെ ഉള്ള ഭാഗമാണ് ഉള്ളിലാക്കിയിട്ട് മടക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. എന്നാലും ഇതിലൂടെ ലോക്കാവും. ഓക്കെ, അതുതന്നെ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇതൊരു ബോക്സ് ഇങ്ങനെയായി. അപ്പം കേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഡ്രം ബോർഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കട്ടിങ് ഉണ്ട്. ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിന് മുൻപേ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് കവറുണ്ട്, ഇതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. അത് നിങ്ങൾ ഡെലിവറി കൊടുക്കുന്നതിന് മുമ്പിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്താൽ മതി. ഈ സാധനം ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുക സാധനം. ഇപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഡ്രം ബോർഡിലൊക്കെയാണ് കേക്ക് ചെയ്യുന്നത്. കേക്ക് എടുത്തിട്ട് ഇതിൽ പ്ലേസ് ചെയ്യുക. അതിന് ശേഷം ഈ സാധനം എടുക്കുക, ഇതിൻ്റെ കവർ ഇതിൽ വെച്ച് കൊടുക്കുക. ഇതിൽ വെച്ചതിന് ശേഷം ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റഫായിട്ടുള്ള ഭാഗം ഉള്ളിലാക്കുക, നല്ല സ്മൂത്തായിട്ടുള്ള മാറ്റ് ഫിനിഷുള്ള ഭാഗം പുറത്ത് വെക്കുക. അപ്പം ക്ലിപ്പ് ചെയ്യുന്നതൊക്കെ മനസ്സിലായില്ലേ? ഞാൻ സാധാരണ സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കാറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് ക്ലിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ലോക്കായിട്ട് നിന്നോളും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടാൻ എളുപ്പമാവും. ഇല്ലെങ്കിൽ 2 പീസാക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇതിന് വരുന്നത് 200